എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലതിക സകലേഷ്, ഋഷി യോഗ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പുതിയ വീഡിയോ ആണ് ചെയ്യുന്നത്. എപ്പോഴും എല്ലാവരും എന്നോട് ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആണ്, റിക്വസ്റ്റിംഗ് വീഡിയോ ആണ്. കാരണം എൻ്റെ എല്ലാ ഫേസ് പാക്ക്, ഫേഷ്യലിൻ്റെ ഒക്കെ ആ ഒരു വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ കമൻറ്റിൽ വരുന്ന ഒരെണ്ണമാണ് ബ്രൈഡൽ ഫേഷ്യൽ ചെയ്യാൻ, ബ്രൈഡിന് വേണ്ടുന്ന എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞ് ഒരുപാട് പെൺകുട്ടികൾ ചോദിച്ചിട്ടുണ്ട്. പെൺകുട്ടികളായിരിക്കുമല്ലോ അത് ചോദിച്ചത്, ഒരുപാട് പേര്. അപ്പോൾ കുറേ പേര് മെസ്സേജ് ഇടും എനിക്ക് പേഴ്സണലായിട്ട്. എല്ലാ വീഡിയോ ചെയ്ത് കഴിയുമ്പോഴും പറയും ഞങ്ങൾക്കൊരു വീഡിയോ ഇടണമെന്ന് പറയും. അപ്പോൾ ഇന്ന് അവർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ്, ബ്രൈഡിന് വേണ്ടിയുള്ള. കാരണം എന്ന് വെച്ചാൽ ബ്രൈഡ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കല്യാണം ആലോചിച്ചൊരു 3-4 മാസത്തെ ഗ്യാപ്പോ അല്ലെങ്കിൽ ഒരു വർഷത്തെ ഗ്യാപ്പോ ഒക്കെ കുറേയൊക്കെ ഉടനെ നടത്തത്തില്ലല്ലോ. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു ഫേഷ്യലാണ്. അങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് ഇത് ആഴ്ചയിലോ മാസത്തിലോ ഒക്കെ ചെയ്തു വരുമ്പോഴത്തേക്കും നമ്മുടെ സ്കിൻ നല്ല ഗ്ലോ ആവും, മുഖത്ത് നല്ല ഭംഗിയായിരിക്കും, നല്ല തുടുപ്പും നല്ല തിളക്കവും നല്ല കളറും എല്ലാം വയ്ക്കുന്നൊരു ഫേഷ്യലാണ്. നമ്മൾ പാർലറിലൊക്കെ പോയി ചെയ്യുമല്ലോ, അപ്പോൾ അതേപോലെ നമ്മൾ വീട്ടിലിരുന്ന് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് സൂപ്പറായിട്ട് ചെയ്യാവുന്ന ഒരു ഫേഷ്യലാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ എപ്പോഴും നമ്മൾ സാധാരണ എല്ലാം നമ്മൾ കിച്ചണിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചാണ് ചെയ്യുന്നത്. പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ഒരു സാധനമുണ്ട്. അത് മറ്റൊന്നുമല്ല, ബ്രൈഡല്ലേ, അപ്പോൾ ബ്രൈഡിന് കുറച്ച് നല്ലതൊക്കെ വേണമല്ലോ. അതുകൊണ്ട് കുങ്കുമപ്പൂവാണ്. നിങ്ങൾക്കറിയാമല്ലോ, കുങ്കുമപ്പൂ നമുക്ക് ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും. ഇത്തിരി വില കൊടുക്കണം, പക്ഷേ ഒരു പാക്കറ്റ് വാങ്ങിച്ചു വെച്ചാൽ ഒരുപാട് നാൾ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ബ്രൈഡ് ആയതുകൊണ്ട് ഇത്തിരി നല്ലതായിട്ടൊക്കെ നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ച്, അത്രയ്ക്കും റിസൾട്ട് ഉള്ളതാണ് ഇത്. ബ്രൈഡിന് മാത്രമല്ല എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമുക്കൊരു കല്യാണത്തിനൊക്കെ പോകണമെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചെയ്യുക, ഭയങ്കര റിസൾട്ടാണ്. ഇതിൻ്റെ ഗുണം അറിയാമല്ലോ, ഇത് പാലിൽ ചേർത്ത് കഴിച്ചാൽ തന്നെ നമുക്ക് നല്ലതാണ്. പിന്നെ പ്രഗ്നൻസി സമയത്ത് നമുക്ക് കഴിച്ചാൽ കുഞ്ഞുങ്ങൾക്ക് കളറുണ്ടാവും എന്നൊക്കെ പറയാറുണ്ടല്ലോ. നമുക്ക് എല്ലാവർക്കും നല്ലതാണ് ഇത് കഴിക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പം നമ്മൾ ആദ്യം ചെയ്യുന്നത് ക്ലെൻസിങ് ആണ്. ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മളിത് ആദ്യം എടുക്കുന്നത് കാണിച്ചു തരാം. കുങ്കുമപ്പൂവൊക്കെ ആകുമ്പോൾ നല്ല ഇച്ചിരി വിലയൊക്കെ ആയതുകൊണ്ട് നമ്മൾ കുറച്ചൊക്കെ എടുക്കത്തുള്ളൂ അല്ലേ, കുറച്ച് ഇടണം. ഇത് നമ്മൾ ആദ്യം ഇടുന്നത് സ്പൂൺ വെച്ച് എടുക്കേണ്ട കാര്യമില്ല, ഇടുന്നത് തന്നെ ഇട്ട് പാലിൽ ചേർത്ത് വെച്ചാൽ നമ്മൾ ഈ ഫേഷ്യൽ തീരുന്നത് വരെ പാക്കിന്, സ്ക്രബിന് എല്ലാത്തിനും നമ്മളിത് ഉപയോഗിക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് പാലിൽ മിക്സ് ചെയ്ത് വെക്കണം. വേണ്ട, പാലങ്ങോട്ട് ഒഴിക്കുമ്പോഴേ അതിൻ്റെ കളർ മാറുന്ന കണ്ടില്ലേ. കുറച്ച് പാലിൽ നന്നായിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കുറച്ച് നേരം മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് ആവുന്ന കണ്ടില്ലേ. വളരെ നല്ലതാണ് നമ്മുടെ സ്കിന്നിനൊക്കെ, നല്ല കളർ വയ്ക്കാനും നല്ല ഗ്ലോ കിട്ടാനും ഒക്കെ. പിന്നെ നമ്മൾ എപ്പോഴും ഇത് എടുത്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇത്തിരി പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട സാധനമല്ലേ ഇത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ ഒന്നും ഇത് കാണിക്കാത്തത്. അപ്പോൾ ബ്രൈഡ് ആകുമ്പം നമുക്ക് കുറച്ച് ഇതായിട്ടൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെ അതൊന്ന് കുതിരട്ടെ. അപ്പം നമുക്ക് ഇതിൽ നിന്നാണ് ഇനി എടുക്കേണ്ടത്. അപ്പോൾ കോട്ടൺ മുക്കി നമ്മളിതൊന്ന് സ്കിന്നൊന്ന് ക്ലെൻസ് ചെയ്യണം. ബ്രൈഡിന് പറ്റിയ ഏറ്റവും നല്ല ബ്രൈഡിന് പറ്റിയ ഏറ്റവും നല്ലൊരു ഫേഷ്യലാണെന്ന് വെച്ചാൽ, ബ്രൈഡിന് നമ്മളെല്ലാവരും കല്യാണത്തിനൊക്കെ പോകുന്ന പോലെ അല്ലല്ലോ, ഒരു പ്രത്യേകതയുണ്ടല്ലോ. അപ്പം ആ ഒരു നമുക്ക് എല്ലാവരും ശ്രദ്ധിക്കുന്നില്ലേ, അപ്പം ഫേസിനും അപ്പം അതേപോലെ ഒരു ഗ്ലോ കിട്ടും. പൊട്ട് മാറ്റട്ടെ. ടവൽ ഇത്തിരി എടുത്ത് കോട്ടൺ മുക്കി. ഇത് കോട്ടണിൽ മുക്കി സ്കിന്നൊന്ന് ക്ലെൻസ് ചെയ്യണം. നന്നായിട്ട് ഇത് ചുമ്മാതെ ഇങ്ങനെ ഇടുന്നത് തന്നെ ഭയങ്കര നല്ലതാണ്. ഒന്ന് ലൈറ്റ് മസാജ് കൊടുത്താൽ തന്നെ ഒരു ഭയങ്കര ഭംഗി നമ്മുടെ സ്കിന്നിന് കിട്ടും, ഫേസിന് കിട്ടും. കുങ്കുമപ്പൂവൊക്കെ എങ്ങനെ ഇരിക്കുകയാണത്, ചെറിയതായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് എടുക്കാം. ഒരുപാട് നേരം ഒന്ന് മസാജ് ചെയ്യേണ്ട, ഒന്ന് ക്ലെൻസ് ചെയ്യുന്നു. എന്തുമായാലും നമ്മളിപ്പം ഒന്ന് ക്ലെൻസ് ചെയ്യുമ്പോൾ ലൈറ്റ് മസാജ് കൊടുക്കുന്നത് വളരെ നല്ലതാണ്.
നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് സമയം കൂടുതൽ ചെയ്യാം. ക്ലെൻസിങ് തന്നെ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു ചേഞ്ച് ഫീൽ ചെയ്യും. ഇതൊന്നും അധികം തൂത്ത് കളയേണ്ട കാര്യമൊന്നുമില്ല. ക്ലെൻസ് ആയിട്ടുണ്ട് ഉണ്ടോ. ഇനി നമുക്ക് സ്ക്രബാണ് ചെയ്യുന്നത്. സ്ക്രബ് നമ്മൾ പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നത്. കുറച്ച് പഞ്ചസാരയും തേനാണ്. ഇത് പ്ലാസ്റ്റിക് ടിന്നല്ല ഇത് കേട്ടോ. ഇത് ആരോ വന്ന് ചോദിച്ചു പ്ലാസ്റ്റിക് ടിന്നാണോ, ഇത് കുപ്പിയാണ്. നല്ല തേനുമാണ്. നമ്മൾ ഫേസിലൊക്കെ ഇടുന്ന സമയത്ത് നമ്മൾ എപ്പോഴും തേൻ ഉപയോഗിക്കുമ്പോൾ നല്ല തേൻ വാങ്ങിക്കണം. ഇത് രണ്ടും കൂടി. ഇപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈം ജ്യൂസ്, നാരങ്ങാനീര് വേണമെങ്കിൽ ചേർക്കാം. ഞാൻ ചേർക്കുന്നില്ല, വേണമെങ്കിൽ ചേർക്കാം. ഇത്തിരി കൂടെ തേൻ വേണം. കാണാമല്ലോ. ഇത് ഫേസിൽ അപ്ലൈ ചെയ്യണം. നല്ലൊരു സ്ക്രബാണ്. തേനും പഞ്ചസാരയും കൂടെ ചെയ്യുന്നത് നല്ലൊരു സ്ക്രബ്. പെട്ടെന്ന് നമുക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ പോകും. ഇടുമ്പോൾ തന്നെ പഞ്ചസാര നല്ല ഇതല്ലേ. ചില പഞ്ചസാരയൊക്കെ കട്ടിയായിട്ട് ആ മൂക്കിൻ്റെ സൈഡിലൊക്കെ നന്നായിട്ടിടാം. നല്ലൊരു മസാജ് കൊടുക്കണം, ചെറുതായിട്ട് ലൈറ്റ്. ആ മൂക്കിൻ്റെ ഇവിടെയൊക്കെ നിങ്ങൾ ഇതിട്ട് ചെയ്ത് നന്നായിട്ട് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നിങ്ങൾക്കൊന്ന് വേണമെങ്കിൽ സ്റ്റീം കൊടുക്കാം. അപ്പോൾ സ്റ്റീം കൊടുക്കാൻ എനിക്ക് സ്റ്റീമറിൻ്റെ ആവശ്യമില്ല. അഥവാ ഉണ്ടെങ്കിൽ നമ്മൾ പനി ജലദോഷമൊക്കെ വരുമ്പോൾ ഒരു സ്റ്റീമർ ഉണ്ടല്ലോ, അതിനകത്ത് ആവി കൊള്ളാം. അതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ പുട്ടുകുടം എടുത്ത് അതിനകത്ത് വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്ത് നമുക്ക് സ്റ്റീം ചെയ്യാം. സ്റ്റീം ചെയ്താൽ നല്ലതാണ്. നിർബന്ധമില്ല, സ്റ്റീം ചെയ്യണമെന്നെങ്കിൽ മാത്രം മതി. അതല്ലെങ്കിൽ ഇത്. അപ്പം ഞാൻ സ്റ്റീം ചെയ്യുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ അതും കൂടെ ചെയ്യാം. നന്നായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം. ഇപ്പം തന്നെ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് എല്ലാം പോകും. ഞാൻ മുന്നേ പിന്നെ പറഞ്ഞിട്ടുണ്ട്, ബ്ലാക്ക് ഹെഡ്സ് റിമൂവർ ഉണ്ടെങ്കിൽ അത് വെച്ച് ഇത് തുടച്ച് കഴിഞ്ഞ ശേഷം അപ്പം അത് ചെയ്യുവാണെങ്കിൽ ഇത് ചെയ്തിട്ട് ഒന്ന് സ്റ്റീം കൊടുക്കണം. സ്റ്റീം കൊടുത്തിട്ട് ആ ബ്ലാക്ക് റിമൂവർ വെച്ചിട്ട് നന്നായിട്ട് ഇത് എടുക്കാൻ പറ്റും. ഒന്ന് ചെറുതായിട്ട് എടുത്താലും നല്ലതാണ്. ഒരുപാടുള്ളവർക്ക് അത് ചെയ്താൽ മതി, അതല്ലെങ്കിൽ ഇത് മാത്രം മതി. ഇതൊന്നും ഒരുപാട് ക്ലീൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഇനി ഇതിൻ്റെ പുറത്തങ്ങ് ചെയ്യാൻ പോവല്ലേ. ഉണ്ടോ, ഇത് ചെയ്തപ്പോൾ തന്നെ നല്ലൊരു ചേഞ്ച് വരുന്നുണ്ടോ. ഇനി നമ്മൾ ചെയ്യുന്നത് പഞ്ചസാരയാണോ തൂത്തതായിട്ടാ. ഇനി ക്രീം ഉണ്ടാക്കുകയാണ്. ക്രീം എന്ന് പറയുമ്പോൾ അലോവേര ജെല്ല്. അലോവേര കാണാമല്ലോ, അലോവേരയാണ് ജെല്ലെടുത്തത്, കണ്ടല്ലോ. പിന്നെ നമ്മുടെ കുങ്കുമപ്പൂ പാലിൽ പഞ്ചസാര ഞങ്ങളുടെ വായിൽ പോന്നു. നല്ല മധുരം. കണ്ടോ, നല്ല ഇതായിട്ടിരിക്കുന്ന അത് എന്നിട്ടും അതെടുത്ത് ശരിയെടുത്ത് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് മതി, കുറച്ചെടുത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം. ഒരു ക്രീമായിട്ട് വരും ഇത് മിക്സ് ചെയ്യുമ്പോൾ. നല്ലൊരു ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെടുത്ത് കുപ്പിയിൽ അടച്ച് വെച്ചാൽ ഗ്ലാസ് ടിന്നകത്ത് അടച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ മസാജ് ക്രീമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. നല്ലൊരു ഇതാണത്. ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ കുറച്ച് നാൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. മസാജ് ചെയ്യാൻ വളരെ നല്ലതാണ്.
ചുമ്മാതെ ക്രീം ഇടുകയും ചെയ്യാം. ഇത് കണ്ടോ, കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. കുറച്ച് പേർക്ക് മഞ്ഞപ്പൊടി ഇട്ടതാണെന്ന്, അത് മറ്റേ കുങ്കുമപ്പൂവിൻ്റെയാണ്. ഓക്കെ, ഇനി നമുക്കിത് ചെയ്യാം. കയ്യിലൊക്കെ പഞ്ചസാര. നല്ല അലോവേരയുടെ നല്ല മണം. നിങ്ങളിത് ഇത് ക്രീമാക്കി ഉണ്ടാക്കി വെച്ച് നോക്കണം കേട്ടോ. നല്ല തണുത്തോടെ എടുത്തിടുമ്പോൾ നല്ല സുഖമാണ്. നല്ലൊരു മസാജിങ് ആണ്. ഉണ്ട്, ഗോൾഡ് ഫേഷ്യൽ ചെയ്യുന്ന പോലെ ഇരിക്കും. ഗോൾഡിൻ്റെ ക്രീം ഇതാ, ഇങ്ങനെയാണ് ഗോൾഡിൻ്റെ ക്രീം ഇരിക്കുന്നത്. അതേ ഒരു എഫക്റ്റ് ഫേസിൽ ഇട്ടപ്പോൾ നന്നായിട്ട് നല്ല മസാജും കൊടുക്കണം. ബ്രൈഡിനൊക്കെ ആകുമ്പോൾ ഇച്ചിരി നല്ലോണം മസാജ് ചെയ്യാം. മസാജിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഒരുപാട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ പിന്നെയും ഇത് പറയുന്നത് ചിലരായിരിക്കും എപ്പോഴും എന്തിനാ ഇതെന്ന് പറയുന്നത്. എൻ്റെ വീഡിയോ കാണുന്ന പുതിയ ആൾക്കാർ കാണുമല്ലോ. ഞാനിപ്പോൾ പഴയ സബ്സ്ക്രൈബേഴ്സ് അല്ലാതെ എപ്പോഴും പുതിയ ആൾക്കാർ കാണുമോ, എനിക്ക് മെസ്സേജ് ചെയ്യുകയൊക്കെ ചെയ്യണം. അപ്പോൾ അവർക്കും കൂടി വേണ്ടിയാണ് ഞാനിത് ആവർത്തിച്ച് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. നല്ലോണം ഇത് ഫേസ് മസാജ് അതിൽ കൊടുത്തിട്ടുണ്ട്. എപ്പോഴും നമ്മൾ ക്രീം ഇട്ട് കഴിഞ്ഞാൽ മസാജ് ചെയ്യണം. അത് ബ്രൈഡ് ആകുമ്പോൾ കുറച്ച് നന്നായിട്ട് ചെയ്യണം. അവരമ്മ കൊച്ചു പെൺകുട്ടികളല്ലേ, നല്ലൊരു മസാജും കൊടുത്താൽ അതേപോലെ ഒരു ഗ്ലോ വരും. കണ്ണിൻ്റെ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഈ വിരൽ വെച്ച് വേണം. ഈ വിരലിൽ റിംഗ് ഫിംഗറിന് പവർ കുറവാണ്, അപ്പോൾ അതുകൊണ്ട് ഇവിടെ ചെയ്യുന്നത്. കണ്ണിൻ്റെ ഇതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അതാണ് ഞാൻ കൂടുതൽ അതൊന്നും കാണിക്കാത്തത്. കഴുത്ത് ചെയ്യണം, കഴുത്ത് മസ്റ്റായിട്ട് ചെയ്യണം. കഴുത്തിലാണല്ലോ എല്ലാവർക്കും പ്രശ്നമുള്ള, എല്ലാവർക്കും ഉണ്ടത്. അപ്പോൾ അതൊക്കെ ഒരു മസാജിങ് ഒക്കെ ചെയ്താൽ നല്ലതാണ്. നന്നായിട്ട് മസാജ് ചെയ്യുക. ഇതിപ്പോൾ നിങ്ങൾ ഇത്രയും എടുക്കണമെന്നില്ല സത്യത്തിൽ. ഞാനിച്ചിരി കൂടുതൽ എടുത്തുകൊണ്ടങ്ങ് എന്തായാലും എൻ്റെ ഫേസിന് വേണ്ടിയല്ല, അവിടെ അയച്ച് നന്നായിട്ട് അങ്ങ് കിട്ടുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾ ഇത്രയും കോരി ഇടണമെന്നില്ല. എന്ന് വെച്ചാൽ ഈ കുങ്കുമപ്പൂവിനൊക്കെ ഇത്തിരി വിലയുള്ളതാണല്ലോ, അപ്പോൾ അത് സൂക്ഷിച്ച് എടുക്കുക. എനിക്ക് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് UK നിന്ന് കൊണ്ടുവന്നതാണ്, കൊണ്ടു തന്നതാണ് കുറച്ച് നാളായി. ഓക്കെ, ഇനി നമുക്ക് തുടയ്ക്കാൻ ക്ലീൻ ചെയ്യാം. കോട്ടൺ നോക്കി നോക്കിയതാണ്, ഇവിടെ താഴെ വീണ് പോയി എൻ്റെ കോട്ടൺ. ഉണ്ടോ, മസാജ് ചെയ്യുന്നതനുസരിച്ച് നല്ല ചേഞ്ച് വരും. ഇപ്പം നമ്മൾ ഇത്രയും സമയമൊന്നുമല്ല, നിങ്ങൾ ചെയ്യുമ്പോൾ നന്നായിട്ട് മസാജ് ചെയ്യുക. നിർബന്ധമായിട്ട് നിങ്ങൾ ഒരാഴ്ചയിൽ 2-3 പ്രാവശ്യം ഇത് ചെയ്യാം. ബ്രൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, ബ്രൈഡല്ല അല്ലാത്തവർക്കൊക്കെ ചെയ്യാം. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 3-4 മാസം കൊണ്ട് അത്രയും സമയം കല്യാണത്തിനുണ്ടെങ്കിൽ ഭയങ്കര എഫക്റ്റ് ആയിരിക്കും സ്കിന്നിന്. നിങ്ങൾക്ക് തന്നെ ഞെട്ടിപ്പോവും നിങ്ങളുടെ റിസൾട്ട് കണ്ടിട്ട്. ഞാനത് വെറുതെ ആയിട്ട് ഒരു വകയും ഞാൻ പറയാറില്ല. എപ്പോഴും നിങ്ങളോട് പറയുന്നതൊക്കെ ഞാൻ അതിൻ്റെ സത്യമായ കാര്യമായിരിക്കും പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കളർ തന്നെ ഇത് തന്നെയാണ് കേട്ടോ, ഒരുമാതിരി അഴുക്ക് കളറാണ് ഇതിൻ്റെ കളർ. ഇനി നമുക്ക് പാക്ക് ഇടാം. പാക്കിന് കടലമാവാണിത്. ഇത് ഞാൻ വാങ്ങിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്ന ഒരു സാധനമാണ്. ഇതിന് കടലമാവ് തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത് കേട്ടോ. കുറച്ച് കടലമാവ്, കുറച്ച് സ്വല്പം തേൻ, കുറച്ച് തേൻ. കൈയെല്ലാം കൂടെ ഇങ്ങനെ ഇതായിട്ടങ്ങ് നനഞ്ഞിരിക്കുന്നു. തെന്നുന്നു കൈ.
കുറച്ച് മതിയല്ല. തേന്, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി. ഇതെൻ്റെ കയ്യിലിരിക്കുന്ന കസ്തൂരി മഞ്ഞൾപ്പൊടി. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനൊരു കിഴങ്ങ് നട്ട് പിടിപ്പിച്ച പൊടിയാണിത്. അല്ലാതെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി, തുള്ളി ഇട്ടാൽ മതി, ഇത്തിരി ഉള്ളത്. സ്പൂണല്ല നനഞ്ഞിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇതിനകത്തിട്ടത്. പിന്നെ നമ്മുടെ മെയിൻ താരം കുങ്കുമപ്പൂ ഉണ്ടല്ലോ, പാലായിട്ട് അങ്ങോട്ട് സൂപ്പറാണ്. ഇതിട്ട് കലക്കി ചെയ്യുക. ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചേർക്കാം, വൈറ്റമിൻ ഇ ടാബ്ലറ്റ്. എൻ്റെ കയ്യിൽ തീർന്നു പോയത് കൊണ്ടാണ്. അപ്പം അതുണ്ടെങ്കിൽ അതും ചേർക്കുന്നത് നല്ലതാണ്. ബദാം ഓയിൽ ഉണ്ടെങ്കിൽ ബദാം ഓയിൽ ചേർക്കാം. എൻ്റെ കയ്യിൽ ഇതിപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇത്രയും മതി, ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അല്ല, അധികമായി നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർക്കാം. വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സ് ചേർക്കുന്നത് വളരെ നല്ലതാണ്. അതിന് വളരെ വിലക്കുറവാണല്ലോ. ഒരു പാക്കറ്റൊക്കെ വാങ്ങിച്ചു വെച്ചാൽ കുറേ നാൾ നമുക്ക് ഒരെണ്ണം ഇതൊക്കെ എടുക്കാം അല്ലേ. നല്ല അപ്പോൾ ഇതിനകത്ത് ചേർത്തേക്കുന്നത് എന്തൊക്കെയാ? കുങ്കുമപ്പൂവ്, കടലമാവ്, തേന്, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി അലോവേര ജെല്ല് ചേർക്കാം, വേണമെന്നുണ്ടെങ്കിൽ. എനിക്കിപ്പം വേണ്ട, ഇത്രയും മതി, ഇത് തന്നെ ഇതായി. അലോവേര ജെല്ല് ഏത് ചേർത്താലും ഒരു കുഴപ്പമില്ല, നല്ലത് തന്നെയാണ്. ഇനി നമുക്ക് ഇതിടാം. ഇതായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ഇടാം. ഇതാ നല്ല ഗോൾഡ് സ്വർണ്ണ കളറായിട്ട് വന്നിരിക്കുന്നുണ്ടോ മഞ്ഞ. നമ്മൾ ഗോൾഡ് ഫേഷ്യൽ ചെയ്യുമ്പം ആ പാക്ക് ഇടുന്ന അതുപോലെ ഇരിക്കുന്നു. ബ്രൈഡായിട്ടാണ് ഇതൊക്കെ വെച്ച് ഇട്ടത്, കുങ്കുമപ്പൂവൊക്കെ എടുത്തത്. അപ്പോൾ ബ്രൈഡിന് എന്തൊരു പ്രത്യേകത വേണമല്ലോ, നമ്മൾ സാധാരണ ആളിനെക്കാട്ടിലും ഒരു പ്രത്യേകതയാണല്ലോ ബ്രൈഡിന്. അപ്പം അവർക്ക് ഇത് ചെയ്ത് അങ്ങനെ ചോദിച്ചു, കുറേ പേര് ബ്രൈഡിനുള്ളത് ഇടണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പം ഇതിട്ടത്. നിങ്ങൾ ഒരു പാക്കറ്റ് ഇത് വാങ്ങിച്ച് വെച്ചിരുന്നാൽ കുറേ നാൾ നിങ്ങൾക്ക് സ്വല്പം എടുത്താൽ മതി. ഇത്രയൊന്നും എടുക്കണ്ട നിങ്ങൾ കേട്ടോ, കുറച്ചെടുത്തിട്ടാൽ മതി. ഒന്ന് പാലിലൊരിത്തിരി നേരം ഒന്ന് കുതിർത്ത് വെച്ചാൽ മതി. ഞാനിപ്പോൾ ഉടനെ തന്നെ എടുത്ത് ശകല നേരം കൂടെ മുമ്പേ ഇട്ട് വെച്ചാൽ മതി നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ കേട്ടോ. ഇനി കഴുത്തും ചെയ്യണം. ഇനി ഇതൊന്ന് ഡ്രൈ ആയിട്ട് കാണിക്കാം. അപ്പോൾ ഇത് കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട്, ഒരുപാട് ഡ്രൈ ആയിട്ടില്ല. കുറച്ച് നിങ്ങളിരിക്കുമ്പോൾ കുറച്ച് സമയം കൂടി ഇരിക്കുക. എനിക്കിപ്പോൾ അത്ര ഡ്രൈ ആവണ്ട, ഞാൻ മസാജ് ചെയ്തങ്ങ് എടുക്കുകയാണ്. എപ്പോഴും ചെയ്താലും നമ്മൾ മസാജ് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ല, കുറച്ചും കൂടെ ഡ്രൈ ആവണമെന്നുണ്ടെങ്കിൽ ഡ്രൈ ചെയ്യാക്കാം. എനിക്ക് കുറച്ചും കൂടെ ഡ്രൈ ചെയ്യാനുണ്ട് ഉണ്ട് കേട്ടോ. നല്ലോണം ഡ്രൈ ആയില്ല, അതിന് മുമ്പ് ഞാനങ്ങ് എടുത്തതാണ്. സമയക്കുറവുകൊണ്ട് ഞാൻ എടുത്തതാണ്. എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ഒരു ലൈറ്റ് മസാജ് കൊടുത്ത് ചെയ്യും. അത് ഒരുപാട് ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മസാജ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. നല്ല വ്യത്യാസമുണ്ട്. 100% നമുക്ക് നല്ല വ്യത്യാസം കിട്ടുന്നതാണ്. 100% ഉറപ്പാണ്. നിങ്ങളെല്ലാവരും ചെയ്യണം. പിന്നെ ഒരു കാര്യം പറയുന്നത്, നിങ്ങൾ വിചാരിക്കുമോ ഇതിപ്പം എല്ലാ കിച്ചണിലുള്ള സാധനമല്ല, ഇനി കുങ്കുമപ്പൂ വാങ്ങിക്കാൻ പൈസ ഇല്ലല്ലോ. അല്ല, ഒന്നും വിചാരിക്കേണ്ട. കുങ്കുമപ്പൂ ഇല്ലെങ്കിലും നമുക്കിത് ചെയ്യാം. അത് ഞാൻ ബ്രൈഡിനെ ഉദ്ദേശിച്ച് മാത്രമാണ് അത് പറഞ്ഞത്. കുങ്കുമപ്പൂ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പാലിന് പകരം തൈര് ഒഴിക്കണം, തൈര് ചേർത്താൽ മതി. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. കുങ്കുമപ്പൂ ഇടുവാണെങ്കിൽ മാത്രമേ പാൽ ഉപയോഗിക്കുക. അതല്ലെങ്കിൽ ഇതിനോടൊപ്പം പാലല്ല ഉപയോഗിക്കേണ്ട, തൈര്. ആ പാല് ചേർക്കേണ്ട സ്ഥലത്തൊക്കെ തൈര് ചേർത്താൽ മതി. എഫക്റ്റൊക്കെ ഇതുപോലെ തന്നെ കിട്ടും. പിന്നെ ബ്രൈഡിന് കുറച്ചും കൂടെ ഒരു തുടുപ്പൊക്കെ കിട്ടുന്നതിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. കുങ്കുമപ്പൂ കിട്ടും, അത് വാങ്ങിക്കാൻ പറ്റുന്നവരെല്ലാം ഇത് തന്നെ ചെയ്യണം. ഇല്ല എന്ന് പറഞ്ഞ് വിഷമിക്കുകയും വേണ്ട, എല്ലാത്തവർക്കും ചെയ്യാം.
കഴുത്തൊക്കെ ഇനി കഴുകാൻ വൃത്തിയായിട്ട്. ഞാൻ നല്ലോണം കഴിക്കോളാം. അപ്പം നിങ്ങൾ ആ വ്യത്യാസം ഒന്ന് നോക്കുക. പോലെ എടുത്തില്ല എൻ്റെ, സാരമില്ല. നല്ല, നിങ്ങൾ നോക്ക്, നല്ല ക്ലീൻ ആയിട്ടുണ്ട്. നല്ല സൂപ്പർ റിസൾട്ടാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഉറപ്പായിട്ടും ചെയ്യണം, ഉറപ്പായിട്ട് ചെയ്യേണ്ടതാണ്. അപ്പം ബ്രൈഡിന് വേണ്ട ചെയ്തതെന്ന് വെച്ചാൽ, കാരണം എന്ന് വെച്ചാൽ ഒരുപാട് എനിക്ക് മെസ്സേജും കമൻറ്റും ഒക്കെ ഇട്ടതാണ് ബ്രൈഡൽ ഫേഷ്യലിൻ്റെ കാര്യം. അതാണ് ഞാനിപ്പോൾ ഇത് ചെയ്തത്. അപ്പോൾ ബ്രൈഡുകളെല്ലാം നിങ്ങൾ ഇപ്പോൾ 2-3 മാസം ഉണ്ടെങ്കിൽ മാസത്തിലൊരു 4 പ്രാവശ്യമെങ്കിലും, അല്ലെങ്കിൽ ആഴ്ചയിൽ 3 പ്രാവശ്യം നമുക്ക് ചെയ്യാം. സ്കിന്നിന് ഭയങ്കര വ്യത്യാസം വരും, നല്ല വ്യത്യാസം വരും, നല്ല ഗ്ലോയും ഒക്കെ കൂടി നല്ല കളർ വരും, എല്ലാം ചെയ്യാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്യാം. ബ്രൈഡ് അല്ലാത്തവർക്കും ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞു തന്നല്ലോ. അപ്പോൾ എല്ലാവരും ചെയ്യും. നല്ല സ്കിന്നൊക്കെ നല്ല പട്ട് പോലെ ആവും. അപ്പോൾ എല്ലാവരും ചെയ്യുക. അതിനോടൊപ്പം തന്നെ എനിക്ക് പറയാനുണ്ട്, എനിക്കൊരു ഇൻസ്റ്റാഗ്രാം ഉണ്ട്. അത് നിങ്ങൾ ഫോളോ ചെയ്യണം. എനിക്ക് യൂട്യൂബിൽ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.